കഴിഞ്ഞ പ്രസന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ ലീനിയർ ഓസിലേഷൻസ് ആയിരുന്നു. നോൺ ലീനിയർ ഓസിലേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നോൺ ലീനിയർ ഡൈനാമിക്സ് ബേസിക്കലി നമ്മുടെ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ എക്സാക്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പകരം അതിന്റെ ഫേസ് സ്പേസ് ഡയഗ്രാം, അതിന്റെ ബിഹേവിയർ നോക്കിയിട്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് കൂടുതൽ എൻലൈറ്റനിങ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇൻ എനി കേസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ finding the behavior of these things in the phase space. Okay. പക്ഷേ ഈ ഒരു നോൺ ലീനിയർ ഓസിലേഷൻ നമ്മൾ എടുത്ത മാത്തമാറ്റിക്കൽ പെൻഡിൽ എന്നുള്ളതിന് ആക്ച്വലി ഒരു എക്സാക്ട് സൊല്യൂഷൻ ഉണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ നമുക്ക് നോൺ ഫംഗ്ഷൻസിന്റെ ടേംസിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് സൊല്യൂഷൻ ആൻഡ് ഓൾസോ ഫൈൻഡ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻസ്. ഈ ഓസിലേഷൻസിന്റെ പീരിയഡ് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പ്രഷനും കൂടെ നമുക്ക് ഡിറൈവ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് വിൽ ബി ഡൂയിങ് ഇൻ ദിസ് പ്രസന്റേഷൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് y of x എന്നുള്ള ഇക്വേഷൻ ആണ്. റൈറ്റ്, വി ഹാവ് y of x is equal to plus or minus omega 0 square root of 2 cos x minus 1 minus e star. റൈറ്റ്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തെടുത്ത എക്സ്പ്രഷൻ ആണ്. This gives you the phase space trajectories y of x. Okay, so from this equation can we find the period of oscillations? The answer is yes. We have sufficient information in here. Let's see how we can find the period of oscillations. ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ട്രെൻഡിനോട് ചേർന്ന് പോകുന്നതല്ല. ഓൾറൈറ്റ്, എക്സാക്ട് സൊല്യൂഷൻ, പക്ഷേ ഇതിനൊരു എക്സാക്ട് സൊല്യൂഷൻ ഉള്ളതുകൊണ്ടും അത് സിലബസിന്റെ ഭാഗമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ടും ലെറ്റ്സ് ജസ്റ്റ് ഡിസ്കസ് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, വാട്ട്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ? ഇറ്റ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് ഇറ്റ്സ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതായത് ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡിൽ എടുക്കുകയാണെങ്കിൽ എന്റെ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ വരെ എത്തി, ഇതാണ് എന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്, എന്റെ ഈക്വിലിബ്രിയം പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ, ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ഇതിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The velocity becomes 0 and then it reverses its direction and movement in direction reverse ചെയ്യും. Okay, so the amplitude of oscillation is the displacement at which the velocity becomes 0 and the pendulum turns around. Okay, by definition this is the amplitude. Okay, അതായത് when x is equal to a, okay, when the displacement is at a, then y is equal to 0. Right, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് the velocity is 0. Right, then y is equal to 0 because that's the point at which the velocity becomes 0 and then it turns around. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിന്റെ കണ്ടീഷൻ ഇതാണ്, it's the point at which y is equal to 0. Alright, now from the expression for y, നമ്മുടെ y യുടെ എക്സ്പ്രഷനിൽ നമ്മൾ y equal to 0 at x equal to a എന്ന് ഇടുകയാണെങ്കിൽ you get 0 is equal to plus or minus omega 0 square root of 2 cos a minus 1 minus e star. അല്ലേ, അതായത് x equal to a യിൽ y equal to 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Okay, and from here we can solve because this is 0. This means that cos a minus 1 minus e star has to be 0 or cos a is equal to 1 minus e star. Okay, so we get cos a, we get an expression for amplitude in terms of the energy. We have got an expression for amplitude in terms of the energy. Okay, okay, now we are നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ് ഈ ഓസിലേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ വിൽ ബി ഡിസ്കസിങ് കേസസ് വെർ ഇ സ്റ്റാർ ഇസ് ബിറ്റ്വീൻ 0 and 2. ഓക്കെ, 0യേക്കാളും കൂടുതലാണ് ഓസിലേഷൻസ് ഉണ്ടാവണമെങ്കിൽ, 0 ആണെങ്കിൽ റൈറ്റ്, ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി ജസ്റ്റ് അറ്റ് റെസ്റ്റ്. റൈറ്റ്, ആൻഡ് ലെസ് ദാൻ 2 കാരണം 2വിനേക്കാളും കൂടുതലാണെങ്കിൽ വി നോ ദാറ്റ്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പെൻഡിലാണ്, 2വിനേക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ്സ് റൊട്ടേറ്റിംഗ് പെൻഡിലം. വി നീഡ് ഓസിലേഷൻസ്. റൈറ്റ്, വി നീഡ് നോൺ ലീനിയർ oscillations, so we take e star less than 2. Right, so we'll be discussing cases where e star is between 0 and 2. Okay, all right, ഇനി cos a is equal to 1 minus e star എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് y is equal to plus or minus omega 0 2 cos x minus 1 minus e star എന്നുള്ളത് നമുക്ക് cos a എന്ന് എഴുതാം. Right, 1 minus e star is cos a, so you get y is equal to plus or minus omega 0 square root of 2 cos x minus cos a. We have got, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡിന്റെ ടേംസിൽ എഴുതത്രേ ഉള്ളൂ. വി റോട്ട് ദി ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഇൻസ്റ്റെഡ് ഓഫ് എനർജിയുടെ ടേംസിൽ എഴുതുന്നതിനകം ആംപ്ലിറ്റ്യൂഡിന്റെ ടേംസിൽ എഴുതി. ഓക്കെ, ഇനി y എന്ന് പറയുന്നത് നമുക്കറിയാം x ഡോട്ട് ആണ്. x ഡോട്ട് ഇസ് dx by dt. അപ്പോൾ ഈ y എന്ന് പറയുന്നത് dx by dt ആണ്. സോ വി ഗെറ്റ് dx by dt is equal to plus or minus omega 0. I think I'll just write dx by dt here. The rest is there. Okay, അപ്പോൾ നമുക്ക് dt, we can solve for dt is equal to, you just take it to the other side, dx divided by this whole thing.
Right? അതാണ് ഇവിടെ dt is equal to plus or minus 1 by omega 0 dx divided by square root of 2 cos x minus cos a. Okay, so we have got dt here. Right? ഇനി നമുക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈം ആണ് വേണ്ടത്. ഓക്കെ, എക്സ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിലായിരിക്കുമ്പോഴുള്ള ടൈം. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് on both sides, so you get t as a function of x. Okay, t as a function of x, so that's equal to plus or minus 1 by omega 0 integral 0 to x. ഇവിടെ ഡി എക്സ് എന്നാണ് നേരത്തെ എഴുതിയിരുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ വേരിയബിൾ നമ്മൾ ലിമിറ്റ് ആയിട്ട് എക്സ് ഉപയോഗിക്കുന്നുണ്ട്. വിൽ യൂസ് ദ ഇന്റഗ്രേഷൻ വേരിയബിൾ as xi. Right, so that's the usual way we do that. കാരണം ഇവിടെ എക്സ് എന്നുള്ളത് നമ്മളൊരു ലിമിറ്റ് ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇന്റഗ്രേഷൻ വേരിയബിൾ നമ്മൾ എക്സ് എന്നുള്ളതിന് xi എന്ന് എഴുതാം, അത്രേ ഉള്ളൂ. റൈറ്റ്, എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. Okay, so this dxi divided by 2 cos xi minus cos a. Right, ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നു we assume that the measurement starts at x equal to 0. അപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 ആണ്. Right, so time, നമ്മുടെ മെഷർമെന്റ് ഓഫ് ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് t equal to 0 സ്റ്റാർട്ട് ചെയ്യുന്നത് x equal to 0 ലാണെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 ആണ്. You can check that. Right, so that's the reason why we don't have a constant of integration. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. We have got t of x is equal to plus or minus 1 by omega 0 integral 0 to x dxi divided by square root of 2 cos xi minus cos a. Right, ഇനി ഇന്റഗ്രേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. ഈ ഇന്റഗ്രൽ നമുക്ക് സോൾവ് ചെയ്യണം. Right, അപ്പോൾ ഈ ഇന്റഗ്രൽ സോൾവ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് ഓബ്വിയസ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നത് ക്വൈറ്റ് ഓബ്വിയസ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ അല്ലെ, മാത്തമാറ്റീഷ്യൻസ് ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ഉപയോഗിച്ചുള്ള സൊല്യൂഷൻ ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ we have to make some substitution. Right, and the correct substitution happens to be, you make this substitution sin xi by 2 is equal to sin a by 2 sin z. Right, അപ്പോൾ എന്തുകൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നടത്തുകയാണെങ്കിൽ നമുക്ക് നോൺ ഫംഗ്ഷൻസിന്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റി എഴുതാൻ കഴിയും, ഈ ഇന്റഗ്രലിനെ എഴുതാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. Right, so people have worked and found that this works. Right, and we are just studying this thing. So sin xi by 2 is equal to sin a by 2 sin z എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ നടത്തുന്നത്. So instead of xi എന്നുള്ള വേരിയബിളിന് പകരം we'll be writing it in terms of z. Okay, അപ്പോൾ അതിന് നമുക്ക് ഇതിലുള്ള എല്ലാ ടേംസും, ഈ xiയുടെ ടേംസിലുള്ള എല്ലാ ടേംസും zന്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. Our substitution was sin psi by 2 is equal to sin a by 2 sin z. Alright, അപ്പോൾ ഇവിടെ നമുക്ക് psi in terms of z എങ്ങനെ എഴുതാം? We see that psi by 2 is equal to sin inverse, രണ്ട് സൈഡിൽ sin inverse എടുക്കുകയാണെങ്കിൽ sin a by 2 sin z. Okay, so from here psi is equal to 2 sin inverse sin a by 2 sin z. Alright, അപ്പോൾ അത് മാത്രം പറയാൻ നമുക്ക് dxi വേണം. നമ്മൾ psi കണ്ടുപിടിച്ചു. So we need dxi also. dxi എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ this is psi by 2, so psi is equal to 2 sin inverse sin a by 2 sin z. Alright, ഇനി dxi എന്ന് പറയുന്നത് this is of the form sin inverse of x. Right, sin inverse of x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by square root of 1 minus x square ആണ്. Right, 1 by square root of 1 minus x square ആണ്. Okay, so from here we see that dxi is equal to, ഇവിടെ 2 ഉണ്ട്, 2 divided by square root of 1 minus sin square a by 2 sin z. നമ്മുടെ x ന്റെ സ്ഥാനത്ത് ഇതാണുള്ളത്. Alright, sin square a by 2 sin square z. Alright, ഇനി ഇതിന്റെ ഡെറിവേറ്റീവും കൂടെ വേണം. Alright, whatever appears here, ഇതിന്റെ ഡെറിവേറ്റീവും കൂടെ വേണം. നമ്മൾ സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, 2 അവിടെ തന്നെയുണ്ട്. ഇതിന്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം. Alright, so this sin a by 2 ഉള്ള കോൺസ്റ്റന്റ് ആണ്. sin a by 2 അങ്ങനെ തന്നെയുണ്ട്. ബാക്കിയുള്ളത് sin z ന്റെ ഡെറിവേറ്റീവ് cos z. So this is cos z dz. Alright, so dxi is equal to 2 sin a by 2 cos z dz divided by square root of 1 minus sin square a by 2 sin square z. Okay, I think this is clear. This is basic substitution. Alright, so അതുപോലെ നമുക്ക് ഇവിടെ ആവശ്യമുള്ള വേറെ കാര്യം cos xi ആണ്. dxi നമ്മൾ കണ്ടുപിടിച്ചു, cos xi വേണം. cos xi കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, cos xi നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം, this is equal to cos 2 xi by 2. Okay, cos xi is cos 2 xi by 2. ഈ cos 2 xi by 2 എന്ന് എഴുതുകയാണെങ്കിൽ we can write it in terms of sin. That's the reason why we write it like this. Okay, so cos 2 xi by 2 എന്ന് പറയുന്നത് നമുക്കറിയാം cos 2x എന്ന് പറയുന്നത് 1 minus 2 sin square x. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, cos 2x equal to 1 minus 2 sin square x. Alright, അപ്പോൾ ഇത് ആ ഫോർമുല ആണുള്ളത്. So this is 1 minus 2 sin square x ന് പകരമുള്ള xi by 2 ആണ്. So 1 minus 2 sin square xi by 2. Okay, but we already made the substitution. Sin xi by 2 is equal to sin a by 2 sin z. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This is 1 minus 2 sin square a by 2 sin square z. Alright, sin square a by 2 sin square z. അല്ലെ, ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഇതിനെ 1 minus 2 sin square a by 2 sin square z. അപ്പോൾ now we have succeeded in writing everything in terms of our new variable z. Psi എന്നുള്ള വേരിയബിളിന് പകരം we have made the substitution. We have written everything in terms of the new variable z. Alright,
അതുപോലെ വേണമെങ്കിൽ this cos a can be written as 1 minus 2 sin square a by 2. അതായത് ഇവിടെ നമുക്കുള്ള cos a എന്നുള്ളതിനെ നമുക്ക് 1 minus 2 sin square a by 2 എന്ന് എഴുതാം. Okay, because we already had this idea that cos 2x is equal to 1 minus 2 sin square x. Okay, this is the trigonometric identity. Alright, അങ്ങനെയാണെങ്കിൽ cos x എന്ന് പറയുന്നതിന് we can write as cos 2x by 2. അല്ലെ, cos x എന്നുള്ളതിനെ cos 2x by 2 എന്ന് എഴുതാം. Alright, this is equal to 1 minus 2 sin square x by 2. Right, അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. cos a എന്നുള്ളതിനെ we can write it as cos 2a by 2 and that's 1 minus 2 sin square a by 2. Right, അപ്പോൾ അത് cos a ക്ക് നമുക്ക് 1 minus 2 sin square a by 2 എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Okay, so when we substitute all these things in here, okay, എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? We had found d psi, ഞാൻ ഇവിടെ എളുപ്പത്തിന് റെഫറൻസിന് വേണ്ടി ഇവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്. d psi നമ്മൾ കണ്ടുപിടിച്ചു. That's equal to 2 sin a by 2 cos z dz divided by square root of 1 minus sin square a by 2 sin square z. Okay, cos psi നമ്മൾ കണ്ടുപിടിച്ചു. That's 1 minus 2 sin square a by 2 sin square z. cos a നമ്മൾ കണ്ടുപിടിച്ചു 1 minus 2 sin square a by 2. Right, അതുപോലെ നമുക്ക് ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സും കൂടെ ഡിറ്റർമിൻ ചെയ്യാനുണ്ട്. ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സും കൂടെ ഡിറ്റർമിൻ ചെയ്യാനുണ്ട്. Okay, so when psi is equal to 0, psi 0 ആകുമ്പോൾ z 0 ആണ് അല്ലേ, because what was our substitution? Sin psi by 2 is equal to sin a by 2 sin z. Okay, അപ്പോൾ psi 0 ആകുന്ന സമയത്ത് you see that sin a by 2 sin z is 0, that z is also 0, so we can take z equal to 0, lower limit z equal to 0 എന്ന് എഴുതാം. Okay, ഇനി x ആകുമ്പോഴോ psi is equal to x ആകുമ്പോഴോ, so ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. put sin x equal psi is equal to x here, so you get sin x by 2 is equal to sin a by 2 sin z. Okay, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് z is equal to sin inverse of sin x by 2 divided by sin a by 2 അല്ലേ. നമുക്ക് ഇവിടെ sin z സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ you see that sin z is equal to sin x by 2 divided by sin a by 2. Alright, so z is equal to sin inverse of this thing, sin inverse of sin x by 2 by sin a by 2. ഇതിനെ നമുക്ക് ആൽഫ എന്ന് എഴുതാം. വലിയൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് we'll write this as alpha. So I want you to remember what alpha is. Okay, alright, now we are ready to substitute everything back into this equation. Alright, we substitute d psi cos a and the limits psi equal to 0 z equal to 0 into this equation. Alright, that's what we do next. Alright, so all these things is substitute here. d psi was equal to 2 sin a by 2 cos z dz divided by square root of 1 minus sin square a by 2 sin square z. Okay, 1 by omega 0 ഇവിടെ ഉണ്ട്. ലിമിറ്റ്സ് 0 to alpha ആണ്. This is d psi. d psi യുടെ എക്സ്പ്രഷൻ ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. You can check. Alright, so this is 2. What do we have? This cos psi നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. Cos psi was 1 minus 2 sin square a by 2 sin square z. That also we had found there. Okay, alright, and cos a എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 minus 2 sin square a by 2. 1 minus 2 sin square a by 2. Alright, അപ്പോൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് this becomes minus and this becomes plus. അതുകൊണ്ടാണ് -1 plus 2 sin square a by 2. ഇനി എല്ലാത്തിൻ്റെയും മുകളിൽ സ്ക്വയർ റൂട്ടും കൂടെ ഉണ്ട്. Alright, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. തൊട്ട് മുൻപത്തെ എക്സ്പ്രഷനുള്ള ടേംസ് എല്ലാം എടുത്ത് ഈ ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ d psi cos a and we also wrote the new limits as 0 to alpha. Okay, now this can be easily simplified. Okay, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ this equal to integral 0 to alpha 2 sin a by 2 cos z dz divided by square root of 1 minus sin square a by 2 sin square z. That's fine. Again, the denominator ഉള്ള ടേം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ this is 2 sin square a by 2 minus 2 sin square a by 2, sorry, 2 sin square a by 2 multiplied by 1 minus sin square z. 1 minus sin square z എന്നുള്ളത് നമുക്ക് cos square z എന്ന് എഴുതാം. Okay, 1 minus sin square z is cos square z. Alright, അപ്പോൾ ഇവിടെ എല്ലാം സ്ക്വയർ ആണുള്ളത്. Okay, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്. So you will have a square, ഇവിടെ ഒരു 2 ഉണ്ട്. Alright, 2 raised to 1 by 2, 2 raised to 1 by 2. So that will be 2. Okay, 2 ഉണ്ട്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ sin a by 2 cos z എന്ന് കിട്ടും. Okay, so this again can be written as dz divided by, right, dz ഇവിടെ നിർത്തി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിൽ ഉള്ളതും 2 sin a by 2 cos z ആണ്. So this our substitution, alright, even though we didn't see immediately, നമ്മൾ ആദ്യം തന്നെ കണ്ടില്ലെങ്കിലും നമ്മൾ നടത്തിയ substitution ഇവിടെ we see that there is a nice simplification. This term and this term goes and we have plus or minus 1 by omega 0 integral 0 to alpha dz divided by square root of 1 minus sin square a by 2 sin square z. Okay,
Alright, so this looks like a nice form. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. This is equal to plus or minus 1 by omega 0 integral 0 to alpha dz divided by square root of 1 minus k square sin square z. Okay, അപ്പോൾ ഈ sin square a by 2 എന്നുള്ളതിനെ നമ്മൾ k square എന്ന് എഴുതി. Sin square a by 2 we simply write it as k square. Alright. Now this integral, alright, ഈ ഇന്റഗ്രലിന്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ this is a known integral. Alright, this is a known integral, a well studied integral. Now let's find the period of oscillation. നമ്മൾ t of x എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. So we made some clever substitution and brought it down to this form. Alright, t of x എന്നുള്ളത് നമ്മൾ ഈ ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇതുവരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, but this looks like a simple form and this is a known integral. Alright, അപ്പോൾ ഈ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നടത്തിയത്. sin psi by 2 is equal to sin a by 2 sin z എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നടത്തിയത്. നമുക്ക് പീരീഡ് കണ്ടുപിടിക്കണം. Alright, so what's the time period? Time period എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ പെൻഡുലം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ മൈനസ് എയിൽ നിന്ന്, റൈറ്റ്, ഏറ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഏറ്റവും കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് അല്ലെ ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് 0 വഴി കടന്ന് പ്ലസ് എയിലെത്തി തിരിച്ചിവിടെ എത്താനുള്ള സമയത്തെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. നിങ്ങൾ സിമ്പിൾ പെൻഡിൽ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടാവും. യു ലീവ് ഇറ്റ് അറ്റ് എ പോയിന്റ്, അത് അതിന്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിൽ പോയി തിരിച്ചിവിടെ എത്താൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈക്വിലിബ്രിയം പോയിന്റ് 0 എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡ്, ഇപ്പോൾ ഇതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡ്, ഇറ്റ്സ് എ x equal to a. Alright, അപ്പോൾ 0യിൽ നിന്ന് x equal to a യിലേക്ക് എത്താനുള്ള സമയം, റൈറ്റ്, 0യിൽ നിന്ന് x equal to a യിലേക്ക് എത്തുന്ന സമയത്തിന്റെ 4 മടങ്ങാണിത്. ശരിയല്ലേ? കാരണം ഇത് മൈനസ് എയിൽ നിന്ന് 0യിലേക്ക് എത്തി, ദാറ്റ്സ് 1 സെഗ്മെന്റ്, റൈറ്റ്. 0യിൽ നിന്ന് a യിലേക്ക് എത്തി, തിരിച്ച് a യിൽ നിന്ന് 0യിലേക്ക് എത്തി, ആൻഡ് ദെൻ 0 to മൈനസ് a. റൈറ്റ്, അപ്പോൾ ഇത്തരത്തിലുള്ള 4 സെഗ്മെന്റ്സ്, ഈ ഓരോ സെഗ്മെന്റിന്റെയും ഈ ഓരോ സെഗ്മെന്റിന് എടുക്കുന്ന ടൈമും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 0 മുതൽ a വരെ എത്താൻ എടുക്കുന്ന സമയത്തിന്റെ 4 മടങ്ങാണ് ഇതിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. Right? So we can say that the period is equal to 4 times the time taken for the simple pendulum or the pendulum to reach from 0 to a. Right? ഇനി 0 to a മുതൽ എത്താനുള്ള സമയത്തിന്റെ 4 മടങ്ങ്, 0 to x equal to a വരെ എത്താനുള്ള സമയത്തിന്റെ 4 മടങ്ങ്. Right? അപ്പോൾ ഈ x equal to a എന്നുള്ള ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? x equal to a എന്നുള്ള ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. റൈറ്റ്, അപ്പോൾ x equal to a നമ്മൾ വിടുകയാണെങ്കിൽ യു സീ ദാറ്റ് സൈൻ, ഓക്കെ, ഇവിടെ x ന് പകരം psi ആണ്, ബട്ട് ഇറ്റ്സ് ദ സെയിം തിങ്. സോ ദാറ്റ്സ് psi ആണെങ്കിൽ x ആണെങ്കിൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്, സോ ഇത് a ഇടുകയാണെങ്കിൽ യു സീ ദാറ്റ് sin a by 2 is equal to sin a by 2 sin z. റൈറ്റ്, ഇറ്റ്സ് ഈക്വൽ ടു sin a by 2 sin z. റൈറ്റ്, അപ്പോൾ ഇത് രണ്ട് സെയിം ആണ്. സോ യു സീ ദാറ്റ് sin z is equal to 1, അതായത് psi equal to a എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ എന്ന് പറയുന്നത് sin z equal to 1 ആണ്. ബട്ട് sin z is equal to 1 when theta is equal to z is equal to pi by 2. റൈറ്റ്, അതായത് psi equal to a എന്നുള്ളതിന് കറസ്പോണ്ട് ചെയ്യുന്ന z വാല്യൂ എന്ന് പറയുന്നത് pi by 2 ആണ്. So that's the reason why we write t is equal to 4 by omega 0 integral 0 to pi by 2 dz divided by 1 minus k square sin square z whole raised to 1 by 2. Alright, this is the period. Alright, അതായത് 0 to pi by 2 വരെ z എത്തുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 മുതൽ a വരെ എത്തുക എന്നാണ് അർത്ഥം. അതിന്റെ 4 മടങ്ങാണ് ഇവിടെ. അതുകൊണ്ടാണ് that's the reason why we have a 4 here. So this will give us the period of the oscillation. This will give us the period of oscillation. Okay. Alright, so let's come to. Alright, let me write it down here. നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഇതാണ്. t is equal to 4 divided by omega 0 integral 0 to pi by 2. Okay, 0 to pi by 2. dz divided by 1 minus k square sin square z whole raised to 1 by 2. Okay. Alright, ഇവിടെ k എന്തായിരുന്നു? k was equal to sin a by 2. sin a by 2 എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് k എന്ന് എഴുതിയത്. ഓക്കെ, ഇനി ഈ ഇന്റഗ്രൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to pi by 2, ഇവിടെ ഇറ്റ് കുഡ് ബി എനി വേരിയബിൾ, സോ ലെറ്റ്സ് റൈറ്റ് z itself. Alright, ഇന്റഗ്രൽ 0 to pi by 2 dz divided by square root of 1 minus k square sin square z. Okay, square root of 1 minus k square sin square. അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിനൊരു പേരുണ്ട്. These are called elliptical integral of the first kind. First kind elliptical integral എന്നാണ് ഈ ഇന്റഗ്രൽ അറിയപ്പെടുന്നത്. Right? This is a studied function. It's a known function. Okay, ഇനി k of k എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഈ ഇന്റഗ്രലിന്റെ വാല്യൂ, right, this is given by pi by 2 1 plus 1 by 2 whole square k square plus 1.3 divided by 2.4 whole square k raised to 4 plus it goes like that. Right, it's a slightly highly complicated function. Alright, നമ്മൾ കണ്ടിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ this looks a bit complicated. Alright, പക്ഷെ നമ്മുടെ ഈ റിസൾട്ട്, okay, so this we can write it as for small amplitudes. നമ്മുടെ k എന്ന് പറയുന്നത് sin a by 2 ആയിരുന്നു. So for small k is equal to sin a by 2, our elliptical integral or integral, this integral becomes integral 0 to pi by 2
dz divided by 1 minus k square sine square z is equal to, okay, pi by 2. നമ്മൾ ആദ്യത്തെ രണ്ട് ടേംസ് മാത്രം എടുക്കുകയാണെങ്കിൽ 1 by 2 whole square k square. Okay, the higher order terms let's neglect for now. Okay, let's neglect the higher order terms. So now you put k is equal to sine a by 2, so this becomes pi by 2, 1 plus 1 by 4. This is sine square a by 2. Okay, k square is sine square a by 2 plus etc. Alright, ഇനി നമ്മൾ sine square a by 2, right? This is not sine a by 2, this is sine square a by 2. So let's put the substitution, let's make the substitution that amplitudes are small enough so that we can make the substitution. Sine a by 2 is equal to a by 2. Okay, our substitution നമ്മൾ എടുക്കുകയാണെങ്കിൽ, if you are dealing with such small amplitudes, alright, this becomes pi by 2, 1 plus 1 by 4, a square by 4. Okay, that is sine square a by 2 ആണ്, a by 2 square ആണ്, അതാണ് ഇവിടെ a square by 4 എന്ന് വന്നത്. So this is pi by 2, 1 plus a square by 16. Alright, so we get this integral as pi by 2, 1 plus a square by 16. Okay, so this integral here is for small a pi by 2, 1 plus a square by 16. Alright, now we can find the period. Period was equal to 4 divided by omega 0 multiplied by this integral. Okay, the period was equal to 4 divided by omega 0 multiplied by this particular integral. Okay, so let's look at it. 4 divided by omega 0, and now 4 divided by omega 0 and multiply and you get the period. Alright, so this goes and you have got 2, so it's 2 pi by omega 0, 1 plus a square by 16. Alright, so this is the expression for time period for nonlinear oscillations. Okay, alright, ഇനി ഒമേഗ എന്ന് പറയുന്നത് 2 pi by t ആണ്, the angular frequency എന്ന് പറയുന്നത്, that's equal to 2 pi divided by t. t നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചുള്ളൂ. What was t? t was equal to 2 pi divided by omega 0, 1 plus a square by 16. നമ്മൾ period കണ്ടുപിടിച്ചു. Let's also find the angular frequency. Okay, so you find 2 pi divided by t, so that's equal to 2 pi divided, this 2 pi will go, so this is equal to omega 0, right, 1 plus a square by 16 inverse. Right, the denominator we write it as inverse. Okay, and again we have already assumed that this a square is sufficiently small. A square is even smaller, so we can write this as 1 minus a square by 16. You make the binomial expansion and you retain only the first term. Alright, അപ്പോൾ ഇത് എന്താണ് angular frequency ക്കുള്ളൊരു approximate result ആണ്. We have made some approximation, right? Even though we claimed that we are going to find an exact solution. Exact solution ഉണ്ട്. Exact solution elliptic functions in the terms ആണ്. അപ്പോൾ elliptic functions in the terms k of k എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ the work is done. That's the exact solution, right? ഇനി നമ്മൾ exact solution നിന്ന് we also made these approximations and got this result. Omega is equal to omega 0, 1 minus a square divided by 16. Okay, so you see here that the frequency, the angular frequency depends on the amplitude. നമ്മൾ ആദ്യം ഒരു approximation method ചെയ്തപ്പോൾ നമ്മൾ solution a sin omega t എന്ന ഫോമിൽ എഴുതി, and then we said that omega depends on the amplitude. Alright, we said that this is a typical behavior of a nonlinear oscillation. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ assumption എടുക്കാതെ തന്നെ we reach the same result. We see that omega actually depends on the amplitude. Right, omega is equal to omega 0, 1 minus a square by 16. നമ്മൾ approximate ആയിട്ട് കണ്ടുപിടിച്ച ആ solution തന്നെയാണ് ഇവിടെ elliptical functionsന്റെ approximationലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. Alright, so this with that we'll conclude the discussion on nonlinear oscillations. Nonlinear oscillations നമ്മൾ ചെയ്തത് ഈ nonlinear oscillations ആയിട്ട് ബന്ധപ്പെട്ട equations എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കി, അതിന്റെ ഫേസ് സ്പേസ് ട്രജക്ടറീസ് എങ്ങനെയാണ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നത്, മാത്തമാറ്റിക്കലി എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കി. Alright, and in this final session we also found the period of oscillation in terms of elliptical functions. Alright, അപ്പോൾ ഈ nonlinear oscillations മിക്ക nonlinear problemsഉം nonlinear differential equationsഉം unsolvable ആണ്, സോൾവ് ചെയ്യാൻ കഴിയില്ല. This particular nonlinear oscillation, it has a definite solution. Okay, അറിയപ്പെടുന്ന functionsന്റെ termsന് അതിനൊരു complicated ആയിട്ടുള്ള solution ഉണ്ട്. It's not easy, പക്ഷെ നമുക്കറിയാം phase space trajectories are much more enlightening than this particular exact solutions. Alright, അപ്പോൾ പലപ്പോഴും നമുക്ക് exact solutionനേക്കാളും കൂടുതൽ enlightening ആയിട്ടുള്ളത് phase space trajectory അല്ലെങ്കിൽ phase space ഇത് എങ്ങനെ behave ചെയ്യുന്നു എന്നുള്ളതാണ്. Alright, with that I'll conclude this. Thank you.